നമസ്കാരം. വ്യൂ സ്പോർട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി PSG ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു. ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു കേട്ടത്. ഫസ്റ്റ് ലെഗിൽ ഒരു ഗോളിന് ബാക്കിലായിരുന്നു PSG. സെക്കൻഡ് ലെഗിൽ ഉസ്മാൻ ഡെമ്പലിന്റെ ഗോളിൽ ലീഡ് നേടുകയും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ലിവർപൂളിനെ 4-1 പരാജയപ്പെടുത്തുകയും ചെയ്തു. ആൻഫീൽഡിൽ വന്നപ്പോൾ രണ്ട് ടീമും മികച്ച ലൈനപ്പായിട്ടാണ് വന്നത്. ലിവർപൂളിന്റെ സൈഡിൽ മിഡ്ഫീൽഡിൽ മെക്കലിസ്റ്ററും ഗ്രാവൻബെർഷും സപ്പോസിലെയായിരുന്നു കളിച്ചത്. ഫോർവേഡിൽ മോസലയും ഡിയാഗോ ജോട്ടയും ലൂയിസ് ഡയസും ആയിരുന്നു. PSG സൈഡിൽ മിഡ്ഫീൽഡ് കളിച്ചത് ജാവോ നവസും വിറ്റീഞ്ഞയും ഫാബിയൻ റൂയിസും ആയിരുന്നു. അവരുടെ ഫോർവേഡിൽ ബാർക്കോളയും ഉസ്മാൻ ഡൊമ്പലയും ഹഫാർഷ കേദിയായിരുന്നു. മത്സരം തുടങ്ങി. ലിവർപൂളിൻ്റെ ആധിപത്യത്തിലാണ് മത്സരം ആരംഭിച്ചത്. 4ാമത്തെ മിനിറ്റിൽ കിട്ടിയ മെക്കലിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പാസ് മോസല അടിച്ചപ്പോൾ ന്യൂനോ മെൻഡസിൻ്റെ കാൽമ തട്ടിയിട്ട് പുറത്തു പോയി. നല്ലൊരു ചാൻസ് ചെയ്യുന്നത്, ഗംഭീരമായിട്ടുള്ളൊരു ചാൻസ് ആയിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തി മോസല. പിന്നീട് 6ാമത്തെ മിനിറ്റിൽ മോസലക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി. പന്ത് ലഭിച്ച് അദ്ദേഹം ഒറ്റക്കായിട്ട് മുന്നേറി. അദ്ദേഹം തൊടുത്ത ഷോട്ട് പോസ്റ്റിൻ്റെ പുറത്തേക്കായിരുന്നു പോയത്. ഈ രണ്ട് ആദ്യത്തെ ചാൻസിന് ശേഷം PSG ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഉസ്മാൻ ഡെമ്പലെ 11ാമത്തെ മിനിറ്റിൽ PSG വേണ്ടിയിട്ട് വല കിൽക്കി. വില്യം പോച്ചോൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച പാസ് ഉസ്മാൻ ഡെമ്പലെ മുന്നോട്ട് പോവുകയും വാൻ ഡൈക്കിൻ്റെയും ആൻഡി റോബർട്ട്സിൻ്റെ ഇടയിൽ കൂടെ ബാർക്കോളക്ക് പന്ത് നൽകുകയും ചെയ്തു. ബാർക്കോള വീണ്ടും ആ പാസ് ഉസ്മാൻ ഡെമ്പലേക്ക് നൽകുകയും ചെയ്തു. ഇബ്രാഹിം കൊനാട്ടെ അത് ടാക്കിൾ ചെയ്തിട്ട് ഒഴിവാക്കാൻ നോക്കിയപ്പോൾ ഉസ്മാൻ ഡെമ്പലെ ഓടി വന്നിട്ട് ആ പന്ത് പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിട്ടു. ആദ്യ ലീഡ് 11ാം മിനിറ്റിൽ ഉസ്മാൻ ഡെമ്പലെ നേടി. പിന്നീട് രണ്ട് ടീമും മികച്ച രീതിയിലായിരുന്നു അറ്റാക്ക് ചെയ്തത്. കാരണം ബോൾ പൊസിഷന് ഏറെക്കുറെ 55-45% ആയിരുന്നു. രണ്ട് ടീമും ഒരുപാട് ചാൻസും ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ലിവർപൂളിന് ഒരു ഗോൾ സ്കോർ ചെയ്തു, പക്ഷേ അത് ഓഫ് സൈഡ് ആയിരുന്നു. സപ്പോസിലെ നേടിയ ഗോള് അത് ഓഫ് സൈഡ് വിളിച്ചു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കും പോയ ഈ ഒരു മത്സരം 4-1 PSG ഈ മത്സരം ജയിക്കുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ PSG വേണ്ടിയിട്ട് ആദ്യം പന്തടിച്ചത് വിറ്റീഞ്ഞയായിരുന്നു. വിറ്റീഞ്ഞ ആ പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്തു. ലിവർപൂളിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അടിച്ചത് മോസലയായിരുന്നു. മോസലയും പെനാൽറ്റി സ്കോർ ചെയ്തു. രണ്ടാമത് PSG വേണ്ടിയിട്ട് പെനാൽറ്റി സ്കോർ ചെയ്തത് പോർച്ചുഗീസ് ഇന്റർനാഷണൽ താരമായിട്ടുള്ള റാമോസ് ആയിരുന്നു. റാമോസിന്റെ ആ പെനാൽറ്റിയും ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് ലിവർപൂളിന് വേണ്ടിയിട്ട് പെനാൽറ്റി അടിക്കാൻ വന്നത് യൂറോപ്യൻ താരമായിട്ടുള്ള ഡാർവിൻ ന്യൂനസ് ആയിരുന്നു. ഡാർവിൻ ന്യൂനസിന്റെ പെനാൽറ്റി ഡൊണ്ണാറുമ്മ സേവ് ചെയ്തു. പിന്നീട് PSG വേണ്ടിയിട്ട് ഉസ്മാൻ ഡെമ്പല ഗോൾ സ്കോർ ചെയ്തപ്പോൾ ലിവർപൂളിൻ്റെ ജോൺസ് അടിച്ച പെനാൽറ്റി ഡൊണ്ണാറുമ്മ വീണ്ടും സേവ് ചെയ്തു. ലാസ്റ്റ് പെനാൽറ്റി PSG സ്കോർ ചെയ്ത് 4-1 വിജയം നേടുകയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ 55% ബോൾ പൊസിഷൻ PSG-ക്കും 45% ബോൾ പൊസിഷൻ ലിവർപൂളിനുണ്ടായിരുന്നു. PSG 21 ഷോട്ട് ചെയ്തപ്പോൾ ഓൺ ടാർഗറ്റ് ആയിട്ട് 8 ഷോട്ട് നേടി. ലിവർപൂൾ ആവട്ടെ 19 ഷോട്ട് അടിച്ചു, അതിൽ 3 ഓൺ ടാർഗറ്റ് ആയിരുന്നു. PSG 635 പാസ് നേടിയപ്പോൾ ലിവർപൂൾ 538 പാസ്സായിരുന്നു. 84% PSG-ക്ക് പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നപ്പോൾ ലിവർപൂളിന് 78% ആയിരുന്നു. ഈ ഒരു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് മറ്റാരായിരുന്നില്ല, PSG-യുടെ ഗോൾ കീപ്പർ ഡൊണ്ണാറുമ്മയായിരുന്നു. ഡൊണ്ണാറുമ്മ ഈ ഒരു മത്സരത്തിൽ 5 ക്ലിയറൻസ് ചെയ്തു, 2 സേവ്സ് നടത്തി, 2 പെനാൽറ്റി സേവ്സ് നടത്തി. ക്വാർട്ടർ ഫൈനലിൽ PSG ആസ്റ്റൺ വില്ലയെ നേരിടും. ആസ്റ്റൺ വില്ല ബ്രൂഗയെ തോൽപ്പിച്ചിട്ടാണ് ആസ്റ്റൺ വില്ല ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. മത്സരശേഷം PSG മാനേജർ ലൂയിസ് എൻറിക്കെ പറഞ്ഞത് അതികഠിനമായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇവിടെ ആൻഫീൽഡിൽ നടന്ന മത്സരം. രണ്ട് ടീമുകളും ക്വാർട്ടർ ഫൈനലിലെത്താൻ യോഗ്യതയുള്ള രണ്ട് ടീമുകളായിരുന്നു. ഈ ടീമിൽ എൻ്റെ ടീം ക്വാർട്ടർ ഫൈനലിലെത്താൻ അർഹിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ മികച്ച രീതിയിലാണ് എൻ്റെ ടീം ഇവിടെ കളിച്ചത്. ഇൻഡിവിജ്വൽ പെർഫോമൻസും ടീം പെർഫോമൻസും നല്ല രീതിയിൽ കളിച്ച് ഞങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. മത്സരശേഷം PSG ക്യാപ്റ്റൻ മർക്കിഞ്ഞസ് പറഞ്ഞത്, ഇനി അതിരുകളില്ല, ആകാശമാണ് അതിര്. കാരണം ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലെത്തി. ഈ ടീമിൽ മികച്ച യങ് പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സും ഉണ്ട്. മികച്ച കോച്ചും മികച്ച സ്റ്റാഫും ഉണ്ട്. ഇനി അടുത്ത മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം.